വെൽക്കം ടു ലെജൻസ്. നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ വീഡിയോയിൽ ആസ് യൂഷ്വൽ ഞാൻ കൂടുതലും കാണിക്കുന്നത് ഇപ്പോൾ ക്യൂൺ സൈസാണ് കേട്ടോ. കാരണം കൂടുതൽ ഡിമാൻഡ് ഇതിനായതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഐറ്റംസാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് യെല്ലോ ആൻഡ് ബ്ലൂ കോമ്പിനേഷനാണ്. ബോർഡറിന് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട്. ക്യൂൺ സൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ, ഞാൻ എന്നും പറഞ്ഞു തരുന്നതല്ലേ. ഇത് നമ്മുടെ നോർമൽ ഡബിൾ കോട്ടിൻ്റെ സൈസാണ് കേട്ടോ. 90-100 എന്നാണ് ഇതിൻ്റെ സൈസ് പറയുന്നത്. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ തിക്ക് ഫാബ്രിക് തന്നെ കോട്ടൺ മെറ്റീരിയലാണ്. സ്റ്റാർച്ച് മുക്കി വന്ന പോലത്തെ ഒരു ഫീലാണ്. നമ്മൾ വാഷ് ചെയ്യുന്നതോറും ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. കളർ കോമ്പിനേഷൻ നല്ല എടുപ്പായിരിക്കും. കൂടുതലും നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ്, ചിലർക്ക് ഇങ്ങനെ അത്യാവശ്യം എടുത്ത് നിൽക്കുന്ന കളറുകൾ ഇഷ്ടമാണ്. ഒരു യെല്ലോ ബ്ലൂ പോലത്തെ ഇങ്ങനെ നല്ല കോമ്പിനേഷൻസ് റൂമിലിടുമ്പോൾ അത് ഓരോ റൂമിൻ്റെയും പ്രത്യേകതയാണ് കേട്ടോ. നമ്മൾ ചില ദിവസങ്ങളിൽ മാറ്റി മറിച്ചും ചെയ്യാം, നമുക്ക് ഓരോ തീം അനുസരിച്ച് വേണം ചെയ്യാം. അപ്പം അങ്ങനെ കൂടുതൽ ഇങ്ങനെ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ തോന്നിക്കുന്ന രീതിക്കാണെങ്കിൽ ഇങ്ങനത്തെ കളർ കോമ്പിനേഷൻസ് നമുക്ക് റൂമിൽ ഭയങ്കര പ്ലസൻ്റ് ഒരു ഫീൽ തരും കേട്ടോ. നല്ല തെളിഞ്ഞ ഒരു രീതിയിൽ കിടന്നോളും. നല്ലൊരു യെല്ലോ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ. ഇതിങ്ങനെ ചെറിയ ലൈൻ പോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ. അകത്ത് നമുക്ക് ബ്ലൂവിന് കൊടുത്തേക്കുന്നത്. ബാക്കി ഫുൾ ഇതാണ്. പില്ലോ കവർ ഇതുപോലെ വരും. നല്ല ഒരു ബ്ലൂ കോമ്പിനേഷനാണ് ഇതിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര റീസണബിൾ പ്രൈസ് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനിപ്പോൾ ഈ പറയുന്ന പ്രൈസ് മാത്രം നിങ്ങൾ ഇട്ടാൽ മതി. നമ്പർ AD 116, റേറ്റ് 699. ഇത് ഞാൻ എപ്പോഴും തന്നെ കൊണ്ടുവരാറുള്ളൊരു ഡിസൈനാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ആ ഒരു കളർ ഭയങ്കര ഓവറായിട്ട് നിൽക്കത്തില്ല. എന്നാൽ അത്യാവശ്യം നല്ല കളർ കോമ്പിനേഷനാണ്. യെല്ലോ, ലൈറ്റ് പീച്ച്, ഒരു ഗ്രീൻ കോമ്പിനേഷൻ, പിങ്ക്, അങ്ങനെ മിക്സഡ് ആയിട്ടൊരു കളർ കോമ്പിനേഷൻ. എന്നാൽ ഭയങ്കര ഓവറായിട്ട് വേണ്ടെന്നുള്ളവർക്ക് നല്ല ഐറ്റം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോർഡർ ആണെങ്കിലും ഒരു ഡാർക്ക് യെല്ലോ ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത്. കളർ ഇങ്ങനെ ഒരു ഡസ്റ്റി ടൈപ്പ് കളർ ചാർട്ടിലാണ് പോയേക്കുന്നത്. ഒരുപാട് അങ്ങനെ ഓവറായിട്ട് നിൽക്കത്തില്ല. എന്നാൽ റൂമിന് നല്ലൊരു ഐശ്വര്യമുള്ള ഇതാണ്. ഇത് മാത്രമല്ല മെറ്റീരിയൽ നല്ല കേട്ടോ. ലിനൻ പോലെയായി മെറ്റീരിയൽ ഫീൽ ചെയ്യുന്നത്. നല്ല ഫാബ്രിക്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല, അത്രയും നല്ലൊരു ഫാബ്രിക്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റായിട്ട് ചെയ്യുന്നൊരു ഐറ്റം ആയത്. അപ്പോൾ ഇതിൻ്റെ പില്ലോ കവറും സെയിം ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഇതുപോലെ വരും. 2 പില്ലോ കവർ എല്ലാത്തിനും, ഇങ്ങനത്തെ മോഡലിനെല്ലാം 2 പില്ലോ കവർ തന്നെ എപ്പോഴും വരാറുള്ളത്. ഇത് നല്ല സോഫ്റ്റ് ഫാബ്രിക്കും കേട്ടോ. തിക്കാണ്, സോഫ്റ്റാണ്. നമ്പർ V101, റേറ്റ് സെയിം ആണ് 699. നമുക്ക് അടുത്തതും അത്യാവശ്യം തെളിച്ചമുള്ള റൂമിന് കുറച്ചൊരു ഫ്രഷ് ഫീൽ തോന്നിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൊണ്ടുവന്നേക്കുന്നതാണ്. ശരിക്കും ബേസ് കളർ വരുന്നത് വൈറ്റ് തന്നെയാണ് കേട്ടോ. അതിലോട്ട് നമുക്കൊരു ഓറഞ്ചിൻ്റെ വളരെ റെയറായിട്ട് കിട്ടാനുള്ളൊരു കോമ്പിനേഷനാണ്. പക്ഷെ ഭയങ്കര ലുക്കാട്ടോ ഇത്. നമുക്ക് റൂമിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഓറഞ്ചിൻ്റെ കോമ്പിനേഷൻ. ബോർഡറിനാണേലും കുറച്ച് ഇതിൻ്റെ അകത്തൊരു റെഡിൻ്റെ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെഡ് കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതങ്ങനെ ഒത്തിരി കാണത്തില്ല കേട്ടോ. ഈ ഒരു ബോർഡർ അത്ര കാണത്തില്ല. ചെറിയ ഇതായിട്ട് നമുക്ക് സൈഡിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. മെയിനായിട്ട് നമുക്ക് ഇതാട്ടോ മൊത്തത്തിൽ ഈ ഒരു കട്ടിൽ മൊത്തത്തിൽ കിടക്കുന്നത് ഈ ഒരു ഷെയ്ഡ് ഡിസൈൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബോർഡർ ഇങ്ങനെ ചെറുതായിട്ട്, അതൊരു ഭയങ്കര എടുപ്പുമാണ്. ബോർഡറിന് മാത്രം 4 ബോർഡറിനും അത് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു മേളിലും താഴെയായിട്ട് അങ്ങനെ കുറച്ച് പോർഷൻ മാത്രമേ കാണുള്ളൂ. സൈഡിലോട്ട് പിന്നെ താഴത്തോട്ട് കിടക്കും അല്ലേ. ചെറിയ ചെറിയ കട്ടിൻ്റെ വേരിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കയറി കിടക്കുകയോ ഇല്ലെങ്കിൽ താഴത്തോട്ട് കിടക്കുകയോ ചെയ്യുള്ളൂ. എന്നാലും ഒരു ആവറേജ് നമ്മുടെ ഒരു ഡബിൾ കോട്ടിനൊക്കെ ഈ ഒരു സൈസ് മതി കേട്ടോ. ഇത് അടിപൊളി കളർ കോമ്പിനേഷനാണ്. ഞാൻ പറഞ്ഞില്ലേ, റൂമിന് ഭയങ്കര ഒരു എടുപ്പ് കിട്ടുന്ന ഒരു കളേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ ഇതാണ് പില്ലോ കവർ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് AD 115, റേറ്റ് 699.